ഈ ഓണം കളറാക്കാം വെറും 69 രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം. ഓണം 69 rupees മെഗാ സെയിൽ. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ആവോലി ഇട്ടിയക്കാട്ട് മലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്ലോട്ടുകൾ കണ്ടെത്തി അർഹരായവർക്ക് പതിച്ചു നൽകുവാൻ തീരുമാനം. 350ഓളം പേർക്ക് പട്ടയം നൽകിയെങ്കിലും പകുതിയിലധികം പ്ലോട്ടുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് MLA വിളിച്ചു ചേർത്ത യോഗം തീരുമാനം എടുത്തിരിക്കുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരമാണ് ആവോലി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഇട്ടിയക്കാട്ട് മലയിൽ പട്ടയം ലഭിച്ചവരിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്ലോട്ടുകൾ കണ്ടെത്തി അർഹരായവർക്ക് പതിച്ചു നൽകുക. 350ഓളം പേർക്ക് പട്ടയം നൽകിയെങ്കിലും പകുതിയിലധികം പ്ലോട്ടുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് മാത്യു കുൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പഞ്ചായത്ത് പ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് നിലവിൽ താമസമില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് ഭൂമി ആവശ്യമില്ലെങ്കിൽ അർഹതയുള്ളവർക്ക് ഭൂമി പതിച്ചു നൽകുവാൻ തീരുമാനമെടുത്തത്. ഇവിടെ സർവേ നടത്തിയതിൽ 75 പേർ മാത്രമാണ് സ്ഥലത്ത് താമസമുള്ളതെന്ന് കണ്ടെത്തി. പട്ടയം കൈപ്പറ്റിയിട്ടുള്ള ബാക്കിയുള്ളവരെ കണ്ടെത്തുന്നതിനായി ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് യോഗം ചേർന്നിരുന്നു. സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് മൂവാറ്റുപുഴ വില്ലേജ് ഓഫീസർ ഷീന P. മാമൻ യോഗത്തിൽ വിശദീകരിച്ചു. ഇതനുസരിച്ച് പട്ടയം കൈപ്പറ്റിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലോ ബന്ധപ്പെടണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മെമ്പർമാരും ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴ നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി മുണ്ടാട്ട്, ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ്, അംഗങ്ങളായ ആൻസമ്മ വിൻസെന്റ്, ഷെഫാൻ VS, ബിന്ദു ജോർജ്, അഷ്റഫ് മൊയ്തീൻ, രാജേഷ് പൊന്നുംപുരയിടം, പ്രീമ സിമിക്സ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.